ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളിലൂടെ ഒരു തീർത്ഥാടനം നടത്തുകയാണ് നമ്മൾ. ഈ എപ്പിസോഡിൽ നോഹയെയാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മുതൽ 9-ാം അധ്യായങ്ങളിൽ വരെ നോഹയുടെ ജീവിതവും ജീവിത സാഹചര്യവും ദൈവത്തോടുള്ള ആത്മബന്ധവും ദൈവത്തോടുള്ള വിധേയത്വവും നമ്മൾ കണ്ടുമുട്ടുന്നു. ആദത്തിൻ്റെ 10-ാം തലമുറയിലെ ലാമേക്കിൻ്റെ മകനാണ് നോഹ. നോഹ ഈ ഭൂമിയിൽ പിറക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് തിന്മ വർദ്ധിച്ച് പെരുകി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദൈവം മനുഷ്യരെ ഓർത്ത് വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഏറ്റവും വലിയ തിന്മയെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവദൂതന്മാർ, ദൈവപുത്രന്മാർ അവരെ പ്രാപിക്കുവാനായി, അവരോടൊപ്പം വിവാഹം കഴിക്കുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇതിൽ മനംനൊന്ത് വേദനിച്ച് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: ഇനി എൻ്റെ ചൈതന്യം അധികനാൾ മനുഷ്യരിൽ കുടികൊള്ളുകയില്ല. അങ്ങനെ മനുഷ്യനെ ഓർത്ത് വേദനിച്ച് സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം ദൈവത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ നന്മയായിട്ട് ഒന്നും കാണുവാൻ ദൈവത്തിന് സാധിക്കുന്നില്ല. എല്ലായിടത്തും തിന്മയാണ്. മനുഷ്യൻ്റെ മനസ്സ് ദുഷിച്ചതാണ്. മനുഷ്യൻ്റെ പ്രവൃത്തി ദുഷ്ടത നിറഞ്ഞതാണ്. മനുഷ്യൻ്റെ ചിന്ത വല്ലാണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. അത് വചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനപ്പുറത്താണ് ദൈവം മനുഷ്യനെ ഓർത്ത് വേദനിക്കുന്നത്. കാരണം താൻ സ്നേഹിച്ച് തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച വ്യക്തികളാണ് മനുഷ്യർ. ഏദൻ തോട്ടത്തിൽ ഒരു വീഴ്ചയുണ്ടായി. ഏദൻ തോട്ടത്തിലെ വീഴ്ചയിൽ നിന്ന് അവരെ താൻ സ്നേഹപൂർവ്വം ഇങ്ങനെ വഴി നടത്തി കൊണ്ടുവരുമ്പോഴാണ്, കരകയറ്റി കൊണ്ടുവരുമ്പോഴാണ് തിന്മ വീണ്ടും അവരെ സ്വാധീനിച്ച് തിന്മയുടെ പിടിയിൽ അകപ്പെട്ട് അവർ വല്ലാണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. സ്നേഹവും കരുണയും കരുതലുമൊക്കെയാകുന്ന ദൈവിക സ്വഭാവങ്ങൾ പൂർണ്ണമായും മനുഷ്യന് നഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ ബലഹീനതയും മനുഷ്യൻ്റെ ദുഷ്ടതയും മനുഷ്യൻ്റെ തിന്മയും വർദ്ധിക്കുന്ന ഒരു സമയം. ദൈവത്തെ പൂർണ്ണമായിട്ട് അവർ വെറുത്തുപേക്ഷിച്ച് പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയത്താണ് നോഹ വന്നു പിറക്കുന്നത്. അപ്പോൾ നോഹയുടെ ജീവിത സാഹചര്യവും നോഹയുടെ ജനനത്തിൻ്റെ ഒരു പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ്റെ ദുഷ്ടതയും തിന്മയും കണ്ട് മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് ദൈവം ആലോചന നടത്തുന്നു. അപ്പോഴാണ് ദൈവം നോഹ എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നത്, അവനിലേക്ക് നോക്കുന്നത്. നീതിമാനായ ഒരു മനുഷ്യൻ, തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യൻ. ഈ നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ, മനുഷ്യരെ, ജീവജാലങ്ങളെ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. കാരണം എനിക്ക് സഹിക്കുന്നതിലും അപ്പുറത്താണ് മനുഷ്യൻ്റെ തിന്മ. എനിക്ക് ഉൾക്കൊള്ളുന്നതിലും അപ്പുറത്താണ് മനുഷ്യൻ്റെ തിന്മ. മനുഷ്യൻ്റെ തിന്മ എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയെ ശാപഗ്രസ്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയും മനുഷ്യരെയും ജീവജാലങ്ങളെയും നശിപ്പിക്കുവാനായിട്ട് ഞാൻ ആലോചന നടത്തുകയാണ്. നോഹയോട് പറഞ്ഞു. എന്നിട്ട് ദൈവം നോഹയോട് പറഞ്ഞു, പക്ഷെ നീ നീതിമാനാകയാൽ നിൻ്റെ കുടുംബത്തെയും നിന്നോടൊപ്പം കുറച്ച് ജീവജാലങ്ങളെയും രക്ഷിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ ഒരു പെട്ടകം പണിയണം. അങ്ങനെ ഗോഫേർ മരം കൊണ്ട് നോഹ ഒരു പെട്ടകം പണിഞ്ഞു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ള ഗോഫേർ മരം കൊണ്ട് അകത്തും പുറത്തും കീല് തേച്ച വലിയ ഒരു പെട്ടകം നോഹ നിർമ്മിച്ചു. അതിൻ്റെ അകത്ത് മുറികൾ തീർത്തു. ദൈവം എന്തു ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടോ അതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അക്ഷരം പ്രതി അനുസരിച്ച് നോഹ പെട്ടകം പണിഞ്ഞു. പക്ഷേ
അവിടെ നടക്കുന്ന രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വരൾച്ചയുടെ കാലത്ത് നോഹ പെട്ടകം പണിയുന്നത് കണ്ട് മറ്റുള്ളവരൊക്കെ നോഹയെ പുച്ഛിച്ചു. എന്നാൽ നോഹ പെട്ടകം പണിയുന്നത് ദൈവത്തോടുള്ള അനുസരണത്തെപ്പറ്റിയും ദൈവത്തോടുള്ള സ്നേഹത്തെപ്പറ്റിയും ദൈവം പറഞ്ഞതിൻ്റെയും പേരിലുമാണ്. ദൈവം കൽപ്പിച്ചതനുസരിച്ച് പെട്ടകമുണ്ടാക്കിയതിനു ശേഷം നോഹ തൻ്റെ കുടുംബത്തോടൊപ്പം പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവം പറഞ്ഞ പ്രകാരം ഭൂമിയിൽ നിന്ന് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗജന്തുജാലങ്ങളിൽ നിന്ന് 2 ജോഡി വീതം അവൻ പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ പെട്ടകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. മഴ ആരംഭിച്ചു. ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലെ ഉറവകൾ തുറക്കപ്പെടുകയും ആകാശജാലങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു. ഭൂമുഖം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മഴ പെയ്യുകയും മഹാപ്രളയം ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തു. തിന്മയ്ക്ക് കാരണക്കാരായി തീർന്നവർ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു മാറിപ്പോയവർ, ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ വ്യതിചലിച്ചു പോയവർ, അവർ ഈ മഹാപ്രളയം മൂലം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. അങ്ങനെ ദൈവം തൻ്റെ ശിക്ഷ നടപ്പാക്കി ഭൂമി വീണ്ടും നന്മയുള്ളതാക്കി തീർക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. നോഹയും കുടുംബവും മൃഗജന്തുജാലങ്ങളും പെട്ടകത്തിൽ തന്നെ ആയിരുന്നു. മഴ തോർന്നു. ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലെ വെള്ളമിറങ്ങി ഭൂമി ഉണങ്ങി എന്ന് കണ്ടപ്പോൾ നോഹ പെട്ടകത്തിന് പുറത്തേക്ക് വന്നു. മൃഗജന്തുജാലങ്ങളെയെല്ലാം അവൻ പെട്ടകത്തിന് പുറത്താക്കി. അങ്ങനെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹ പ്രവർത്തിച്ചതിനാൽ ഈ ഭൂമുഖത്ത് മനുഷ്യവംശം നിലനിൽക്കുന്നതിന് കാരണമായി. അവൻ മൂലം മൃഗജന്തുജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് കാരണമായി. പെട്ടകത്തിന് പുറത്തിറങ്ങിയ നോഹ ദൈവത്തിന് ഒരു ബലിയർപ്പിച്ചു. ഹൃദ്യമായ ബലിയർപ്പണം സ്വീകരിച്ച ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ നീയുമായിട്ട് ഇന്ന് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ആകാശത്ത് മഴവില്ല് തെളിയുമ്പോൾ ഈ ഉടമ്പടി നീ ഓർക്കണം. ഇനി ഒരു കാരണവശാലും ഭൂമുഖത്ത് ജലപ്രളയം മൂലം ഞാൻ നാശനഷ്ടമുണ്ടാക്കുകയില്ല. അഥവാ ഇനി ഒരിക്കലും ഈ ഭൂമുഖം മുഴുവനെയും ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല. അങ്ങനെ ദൈവത്തോടുള്ള ആത്മബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നോഹയുടെ ഈ ജീവിത കഥ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോഹയെ ധ്യാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മാറ്റം വരുത്തുവാനും ഉണ്ട് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ദൈവത്തോടുള്ള അവൻ്റെ ആത്മബന്ധമാണ്. നോഹയെ ബൈബിൾ വിളിക്കുന്നത് നീതിമാൻ എന്നാണ്. തിന്മ വർദ്ധിച്ച് പാപം ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു സമയത്ത് ജനിക്കുന്ന ഒരു മനുഷ്യനാണ് നോഹ. എന്നാൽ പാപസ്വാധീനത്തിൽ പെട്ടുപോകാത്ത അവനെ, പാപസാഹചര്യത്തിൽ ജനിച്ചിട്ടും പാപത്തിൻ്റെ പിടിയിലകപ്പെട്ടു പോകാത്ത അവനെ നീതിമാനെന്ന് ബൈബിൾ വിളിക്കണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകുമല്ലോ. ആ കാരണമെന്നത് ദൈവത്തോടുള്ള അവൻ്റെ വിധേയത്വവും വിശ്വസ്തതയും ആണ്. ഒന്നോർത്ത് നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും സന്ദർഭവും സാഹചര്യവും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ നന്മയുള്ള വ്യക്തികളോടൊപ്പമായിരിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നന്മ ചെയ്യും. എന്നാൽ അല്പം കുറവും ബലഹീനതയും ഒക്കെയുള്ള വ്യക്തികളോടൊപ്പം ആയിരിക്കുമ്പോൾ അവരുടെ ആ സാന്നിധ്യം നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ടാണല്ലോ മലയാളത്തിൽ ഇപ്രകാരം പറയുന്നത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യം. നമ്മളെത്ര നല്ലവരാണെങ്കിലും നമ്മളെത്ര മോശക്കാരാണെങ്കിലും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറി മറിയുന്നതനുസരിച്ച് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ ചിന്തയെ സ്വാധീനിക്കും, നമ്മുടെ വാക്കുകളെ സ്വാധീനിക്കും, നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കും. നമ്മുടെ പശ്ചാത്തലമാണ്
നമ്മെ നല്ലവരും നമ്മെ മോശക്കാരും ആക്കി മാറ്റുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സക്കേവൂസ് മാനസാന്തരപ്പെടുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ അവൻ കടന്നു വരുമ്പോഴാണ്. സക്കേവൂസിനെ നമുക്കറിയാം. സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു. എന്നാൽ ക്രിസ്തു അവനെ ചേർത്തു പിടിച്ച് ക്രിസ്തു സ്നേഹത്തിൽ അവനെ ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചപ്പോഴാണ് അവൻ ക്രിസ്തുവിൻ്റേതായിട്ട് മാറുന്നത്. അവൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നത്. ശിഷ്യന്മാരുടെ തലവനായ പത്രോസ് യേശുവിനോട് ചേർന്ന് നിന്നവനാണ്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനാണ്. ഞാൻ നിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞവനാണ്. താൻ മരിക്കുവാൻ പോകുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞവനാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? യേശു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി, ഇനിയും യേശുവിനോടൊപ്പം നിന്നാൽ ഒരുപക്ഷെ തൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടേക്കാം. പത്രോസെ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ മുന്നറിയിപ്പ് പോലും അവൻ ഓർക്കുന്നില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട യേശുവിനെ തെല്ലു ദൂരെയായിട്ട് മാറി അവൻ അനുഗമിക്കുന്നുണ്ട്. ഒരു പാപം പരിചാരകയോട് അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തില്ല. ഒരു പടയാളിയോട് അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തില്ല. ഒരു സൈന്യാധിപനോട് അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി. യേശു അവനെ നോക്കി. യേശു അവനെ നോക്കുന്നത് കണ്ടിട്ട് അവൻ കരഞ്ഞുപോയി. അവൻ്റെ നെഞ്ചുരുകിപ്പോയി. കാരണം കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് കൊടുത്തവനാണ് ഞാൻ. നിനക്ക് ദുരിതം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ അവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. സാഹചര്യം. പത്രോസിന് യേശുവിനോട് സ്നേഹമുണ്ട്. പക്ഷേ യേശുവിനോടൊപ്പം ഈ സാഹചര്യത്തിൽ നിന്നാൽ തനിക്ക് തൻ്റെ ജീവനും നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. താൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനാണ്. അപ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളാൽ നമ്മുടെ ജീവിതം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ പഴയ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് നോഹ വളരെ വ്യത്യസ്തനാകുന്നത്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പാപ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം ഭൂമിയെ ഓർത്ത് വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്ത് പാപത്തിൻ്റെ കൂട്ടിലേക്ക് പിറന്നു വീഴുന്ന ഒരു മനുഷ്യനായിട്ട് വേണേൽ നമുക്ക് നോഹയെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആ നോഹ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നീതിമാനായിട്ട് നിലകൊണ്ടു. അവൻ്റെ കൂട്ടുകാർക്ക് അവനെ അശുദ്ധനാക്കാൻ സാധിച്ചില്ല. അവൻ്റെ കൂടെ നടന്നവർക്കോ അവൻ്റെ പ്രിയപ്പെട്ടവർക്കോ ദൈവത്തിൽ നിന്ന് അവനെ അകറ്റാനായിട്ട് സാധിച്ചില്ല. അവന് ദൈവിക കൽപ്പനകൾ പാലിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഒക്കെയായിരുന്നു ഇഷ്ടം. അവനെ സ്വാധീനിച്ചത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളായിരുന്നു. അവനെ സ്വാധീനിച്ചത് അവൻ്റെ സുഹൃത്തുക്കളുടെ താല്പര്യങ്ങളല്ല. അവനെ സ്വാധീനിച്ചത് അവൻ്റെ തന്നെ ഇഷ്ടങ്ങളോ അവൻ്റെ തന്നെ താല്പര്യങ്ങളോ അവൻ്റെ തന്നെ ബലഹീനതകളോ അല്ല. നോഹയെ സ്വാധീനിച്ചത് ദൈവത്തോടുള്ള സ്നേഹവും വിധേയത്വവുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ഓർത്തു നോക്കി, ശരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണ്? പഴമക്കാരൊക്കെ പറയുന്നത് പോലെ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം, നാട് ഓടുമ്പോൾ കൂടെ ഓടണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുവാനുള്ളൊരു വിളിയാണ് ക്രൈസ്തവന് നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് നോഹ തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സാധാരണ ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുന്നു. ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മൾ തിരിച്ചവരെ ഉപദ്രവിക്കുന്നു. ഒരാൾ നമ്മളെ വേദനിപ്പിക്കുന്നു, നമ്മളവരെ വേദനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജീവിത സാഹചര്യങ്ങളിലും തിരക്കുകളിലും പ്രാർത്ഥന വേണ്ടാന്ന് വെക്കുന്നു. കല്യാണങ്ങൾ ചില പള്ളികളിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, അതുകൊണ്ടൊരു ട്രെൻഡായി ഈ രീതിയിൽ തന്നെ കല്യാണം നടക്കണം. ചില പള്ളികളിലെ പെരുന്നാളുകൾ നടക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ടൊരു ട്രെൻഡായി ഇങ്ങനെ തന്നെ പെരുന്നാളുകൾ നടക്കണം. അതായത് നമ്മുടെ കൺമുൻപിൽ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ ദൈവത്തിനുള്ള സ്ഥാനം എവിടെയാണ്? ദൈവം എങ്ങനെയാണ്? ദൈവം എവിടെയാണ്? ദൈവം എപ്പോഴാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. വിവാഹം പോലെയുള്ള
കൂദാശകൾ, പള്ളിപ്പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾ ആത്മീയ തലങ്ങൾക്കപ്പുറത്ത് വെറും ചടങ്ങുകളായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതെന്തുകൊണ്ടാണ്? സാഹചര്യം നമ്മെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. പുരുഷനും സ്ത്രീയും മാത്രമായിട്ട് നിലനിന്നിരുന്ന വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം ഇന്ന് സ്ത്രീയും സ്ത്രീയുമായും പുരുഷനും പുരുഷനുമായിട്ടും മാറിയത് എന്തുകൊണ്ടാണ്? സാഹചര്യം നമ്മെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കളെ അനുസരിച്ച് മാതാപിതാക്കളോട് ഒപ്പം സ്നേഹപൂർവ്വം ദൈവാലയത്തോടൊക്കെ ചേർന്നിരുന്ന പല കുഞ്ഞുങ്ങളും യുവത്വമാകുമ്പോൾ ദൈവത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ദൈവാലയങ്ങളിൽ നിന്നുമൊക്കെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ സുഹൃത്തുക്കളും അവരുടെ സാഹചര്യങ്ങളും അവരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. മൊബൈൽ ഫോൺ പോലെയുള്ള ഇൻ്റർനെറ്റ് ആധുനിക നവമാധ്യമങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് മറ്റു പല രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് പരിശ്രമിക്കുന്നത്. അപ്പോൾ സാഹചര്യമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ നോഹ എന്ന് പറയുന്ന മനുഷ്യന്, അവന് സാഹചര്യം ഒരു പ്രശ്നമേ അല്ല. എൻ്റെ ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ഇഷ്ടങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ആഗ്രഹങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് എൻ്റെ ദൈവമാണ് പ്രധാനപ്പെട്ട ആൾ. എൻ്റെ ജീവിതത്തിലെ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം എൻ്റെ ദൈവത്തിനാണ്. എനിക്ക് കൂട്ടുകാർ വേണ്ടാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് വീട്ടുകാർ വേണ്ടാന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് എല്ലാവരെയും വേണം. പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിന്. കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ പലപ്പോഴും മാനുഷികമായി പോകും. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ എന്നെ സ്വാധീനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മകളെ ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ നന്മകളെ പരിപോഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ നന്മകളെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ നന്മകൾ എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്വാധീനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സ്വാധീനിക്കേണ്ടത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ. അവൻ വചനം തന്നിരിക്കുന്നത് എന്നെ അവനിലേക്ക് അടുപ്പിക്കുന്നതിനും എന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ സഹചരെ കരുതുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ നോഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. സാഹചര്യങ്ങൾ അവനെ സ്വാധീനിക്കുന്നില്ല, ദൈവത്തിന് മാത്രമാണ് അവനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നോഹ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഈ ചിന്ത, ഇത് വളരെ ലളിതമായൊരു ചിന്തയല്ല. കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ലളിതമായി തോന്നും, പക്ഷേ ഏറ്റവും ചലഞ്ചിങ് ആണ്. വളരെ വെല്ലുവിളിയുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുകൾ അല്ല നിങ്ങളെ സ്വാധീനിക്കേണ്ടത്, നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അല്ല നിങ്ങളെ സ്വാധീനിക്കേണ്ടത്. നിങ്ങളെ സ്വാധീനിക്കേണ്ടത് ദൈവവും ദൈവവചനവും ദൈവിക കാര്യങ്ങളുമാണ്. ദൈവവചനത്തിനെതിരെ നിന്നിട്ട് കിട്ടുന്ന നന്മകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട. ദൈവത്തിനെതിരെ പറഞ്ഞിട്ട് കിട്ടുന്ന നന്മകളും സന്തോഷങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുമോ? ദൈവത്തിനെതിരെ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുമോ? ദൈവത്തിനോടൊപ്പം നിന്നിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായാൽ സാരമില്ല. ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാൻ കരയേണ്ടി വന്നാൽ സാരമില്ല. ദൈവവചനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ വെറുക്കപ്പെട്ടവനായി പോയാൽ സാരമില്ല എന്നൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? നോഹയെ നോക്കി എല്ലാവരും പരിഹസിക്കുക. ഈ വരൾച്ചയുടെ കാലത്ത് ആരെങ്കിലും പെട്ടകം ഉണ്ടാക്കൂ? എല്ലാവരും നോഹയെ പരിഹസിക്കുക. പക്ഷെ നോഹയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞു, എൻ്റെ സാഹചര്യങ്ങൾ എന്നെ സ്വാധീനിക്കില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ സ്വാധീനിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നോഹ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ദൈവമാകട്ടെ നമ്മെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രഥമവും പ്രധാനവുമായ വ്യക്തി. രണ്ടാമതായിട്ട് നോഹ നമ്മളോട് പറയുന്നത് ദൈവത്തോടുള്ള അവൻ്റെ ആഴമായ വിശ്വാസവും വിധേയത്വവുമാണ്. നോഹയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്തിനാണോ, എപ്പോഴാണോ, എങ്ങനെയാണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം അവൻ കാണുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. ദൈവം പറഞ്ഞു പെട്ടകം ഉണ്ടാക്ക്, ഞാൻ പെട്ടകം ഉണ്ടാക്കി. ഒരുപക്ഷെ നോഹയുടെ
ബുദ്ധി ചോദിച്ചേക്കാം, എന്തിനാ? ഒരുപക്ഷെ നോഹയുടെ മനസ്സ് പറഞ്ഞേക്കാം, ഇത് പാഴ്പ്പണിയല്ലേ, ഈ കായിക അധ്വാനത്തിൻ്റെ ആവശ്യമുണ്ടോ, വെറുതെ മെനക്കെടണോ? പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ, ഒരക്ഷരം പോലും തിരിച്ച് ഉരിയാടാതെ, ഒരക്ഷരം പോലും മറുത്തു പറയാതെ ദൈവം പറഞ്ഞത് കേട്ടുകൊണ്ട് പെട്ടകം ഉണ്ടാക്കാനായിട്ട് നോഹ പോവുകയാണ്. നമ്മുടെ മുൻപിൽ നോഹ വെക്കുന്ന വലിയൊരു വെല്ലുവിളി ഇതാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ നിനക്ക് പറ്റും. ജീവിതത്തിൽ നന്മയാണോ തിന്മയാണോ ഉണ്ടാകാൻ പോകുന്നതെന്നറിയില്ല. നമ്മുടെ ബുദ്ധി ചിലപ്പോൾ പറയും ഇത് പൊട്ടത്തരമല്ലേ, നമ്മുടെ ബുദ്ധി പറയും ഇത് മണ്ടത്തരമല്ലേ. പക്ഷേ ദൈവം പറഞ്ഞു ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ദൈവമാണോ അതോ നമ്മുടെ ബുദ്ധിയാണോ? ദൈവവചനമാണോ നമ്മുടെ ബുദ്ധിയാണോ? നമ്മുടെ ഇഷ്ടങ്ങളാണോ? നമ്മുടെ സ്വപ്നങ്ങളാണോ? നമ്മുടെ ആഗ്രഹങ്ങളാണോ ദൈവഹിതം അനുവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു ഹിതമുണ്ട്. ഈ ഹിതം നിവർത്തിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ചില ഇഷ്ടങ്ങളും നമ്മുടെ ചില ആഗ്രഹങ്ങളും നമ്മുടെ ചില സ്വപ്നങ്ങളും ഒക്കെ ഈ ദൈവഹിതത്തോട് ചേർത്ത് വെക്കാനായിട്ട് പരിശ്രമിക്കും. അവിടെയാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. യൂദാസ് കറിയോത്ത കർത്താവ് ഈശോ മിശിഹായുടെ ശിഷ്യനായിരുന്നു. പക്ഷേ അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണം അവൻ യേശുവിനെ അനുഗമിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്തയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നാർദീൻ തൈലം കൊണ്ടുവന്ന ആ പാവം പെണ്ണ് യേശുവിൻ്റെ ശിരസിലൊഴിക്കുമ്പോൾ അവൻ പറഞ്ഞത്, എന്തിനാ ഈ പാഴ്ചെലവ്, അത് വിറ്റ് നമുക്ക് പണസഞ്ചിയിൽ സൂക്ഷിക്കാമല്ലോ. അങ്ങനെ പണം കിട്ടുമെന്നറിഞ്ഞപ്പോഴാണ് യേശുവിനെ ഉറ്റുകൊടുക്കുവാനും അവൻ തയ്യാറായത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നുള്ളൊരു ബോധ്യം അവന് നഷ്ടപ്പെട്ടു. ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, യേശു തന്നെ വിളിച്ചത് തൻ്റെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കാണെന്നുള്ള ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണല്ലോ അവന് യേശുവിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ ചിന്ത ഇതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ആരെയാണ് മുന്നിൽ നിർത്തുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ ഇഷ്ടമനുസരിച്ചാണോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? മൂന്നാമതായിട്ട് നോഹ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ്. വിശ്വാസമെന്ന് പറയുന്നത് കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ പുറകെ അങ്ങ് പോവുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ ചോദ്യത്തിന് സ്ഥാനമില്ല. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്, അല്ലെങ്കിൽ ആന്തരിക പ്രകടനമാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് ദൈവത്തെ കൂടുതൽ നമ്മോട് അടുപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദൈവത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള അനുസരണവും കൂടുന്നത്. ഈ എപ്പിസോഡിൽ നോഹയെക്കുറിച്ച് നമ്മൾ കാണുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ 3 കാര്യങ്ങൾ നോഹ നമ്മെ പഠിപ്പിച്ചുവെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നോഹ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നു. അതായത് നോഹയുടെ സാഹചര്യങ്ങളെക്കാൾ ദൈവമാണ് നോഹയെ സ്വാധീനിച്ചത്. രണ്ടാമത്തെ കാര്യം, ദൈവം പറഞ്ഞതുകൊണ്ട് നോഹ കാര്യങ്ങൾ എല്ലാം ചെയ്തു. തൻ്റെ ബുദ്ധിക്കോ തൻ്റെ ഇഷ്ടത്തിനോ അവൻ പ്രാധാന്യം നൽകിയില്ല. മൂന്നാമത്തെ കാര്യം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് അവനെ വഴി നടത്തിയത്. അങ്ങനെയെങ്കിൽ നോഹയുടെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു നോഹ രൂപപ്പെടട്ടെ. ഈ നോഹ രൂപപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവനായിരിക്കുന്നിടത്ത് അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരു മനുഷ്യൻ അവനായിരിക്കുന്നിടത്ത് ശാപമാകുവാനും കാരണമാകും. ഒരു മനുഷ്യൻ അവനായിരിക്കുന്നിടത്ത് നന്മ പ്രവർത്തിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് ദൈവിക പദ്ധതികൾ നിറവേറ്റി അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവനാണ്. അതേസമയം ചില മനുഷ്യരുണ്ട് ഒരു ദേശത്തിന് മുഴുവൻ കണ്ണീരായിത്തീരുന്നവർ, ഒരു ദേശത്തിന് മുഴുവൻ ശാപമായിത്തീരുന്നവർ, ഒരു ദേശത്തിന് മുഴുവൻ തീരാവേദനയായി മാറുന്നവർ. നമുക്കറിയാം, ഞാൻ ആരുടെയും പേരുകളെടുത്ത് പറയുന്നില്ല. ചില കുറ്റവാളികൾ, ചില തീവ്രവാദികൾ
അവരൊക്കെ ശാപത്തിൻ്റെ മക്കളായി പോകുന്നു. എന്നാൽ നോഹ നന്മയുടെ മകനായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടത്ത്, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് മറ്റുള്ളവർക്ക് നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വഴികളായിട്ട് മാറുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. നോഹ നമ്മിൽ രൂപപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭവനത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒക്കെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ.